ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ ഓട്സ് കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ഈസിയാണ്, അതേപോലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഓട്സ് കൊണ്ട് ഒരു ഓംലെറ്റാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി എടുത്തേക്കുന്നതാണ് ഒരു തക്കാളിയും ഒരു സവാളയും പിന്നെ 2 പച്ചമുളകും പിന്നെ ഒരു ക്യാരറ്റിന് ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത് കേട്ടോ. വലുതാണെങ്കിൽ ഒരെണ്ണം തന്നെ ധാരാളം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല തരിതരിയായിട്ട് എല്ലാ ഐറ്റംസും ഒരേ അളവിൽ അരിഞ്ഞ് കിട്ടും. അപ്പം എൻ്റെ അത് കേടായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഈ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുന്ന മുട്ട എടുക്കാം. ഞാൻ അവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. രണ്ടെണ്ണം തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച ശേഷം നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുക്കാം. കുറച്ച് നന്നായിട്ട് അടിക്കണം, കുറച്ച് നേരം അടിക്കണം കേട്ടോ, എന്നാലും മുട്ട നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് ചതച്ചതും പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ചേർത്തേക്കുന്നത് ഓട്സ് ആണ്. അത് 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ 2 മുട്ടയ്ക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ഓട്സ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. പാൽ ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. സാധാ കാച്ചാത്ത പശുവും പാലാണ്. മുട്ടയുടെ കൂടെ ഈ പാലും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ കിട്ടുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബീൻസോ അല്ലെങ്കിൽ ക്യാബേജോ അതേപോലെ നമ്മുടെ ബീട്രൂട്ടോ ഇപ്പോൾ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതേപോലെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ആക്കി വെക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാനിലേക്ക് ഞാൻ 1 പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ കൊണ്ട് എല്ലാം ഭാഗവും ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഒരേ കനത്തിലാക്കി വെക്കാം. അപ്പം ഒരേപോലെ എല്ലാ ഭാഗവും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ അല്പം കുരുമുളക് പൊടിയും ചതച്ച മുളകും മല്ലിയിലയും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടും ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിന് തന്നെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് വേണം കുറച്ച് വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞ് പോവും, അടിയിൽ പിടിക്കുകയും ചെയ്യും, അതിൽ വെന്ത് കിട്ടത്തുമില്ല. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, കുരുമുളക് പൊടിയും അതേപോലെ ചതച്ച മുളക് ചേർക്കുന്നതിൻ്റെ കൂടെ അല്പം ചിക്കൻ മസാല പൊടിയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഒരു പിസ്സ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റാണ്, ഇതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, അതേപോലെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരിക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.